72 ഷഹീദീങ്ങളുടെ കൂലി കിട്ടുന്ന ഒരു സ്വലാത്ത് പറഞ്ഞു തരട്ടെ. ഒരു കുഞ്ഞൻ സ്വലാത്ത്, പക്ഷെ അത് ചൊല്ലിയാൽ 72 ശുഹദാക്കളുടെ പ്രതിഫലമാണ് ലഭിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ഒരു സ്വലാത്ത് ചൊല്ലുന്ന ആൾ എന്താണോ മനസ്സിൽ കരുതിയത് ആ ഉദ്ദേശം ഉടനടി നടന്നു കിട്ടുന്നതാണ് എന്ന് മഹത്തുക്കൾ പഠിപ്പിച്ചു തന്ന പരിശുദ്ധമായ, മഹത്തായ, പവർഫുള്ളായ ഒരു സ്വലാത്ത്. ഇങ്ങനെ കേൾക്കുമ്പോൾ വിചാരിക്കും എന്ത് വലിയ ഏതോ സ്വലാത്താണ്. നമുക്ക് നാരിയത്ത് സ്വലാത്ത് അറിയാം ഇല്ലേ? നാരിയത്ത് സ്വലാത്ത് അല്പം വലിപ്പമുണ്ട്. താജു സ്വലാത്ത് കേട്ടിട്ടുണ്ട്. അതുപോലെ സ്വലാത്തുൽ മുഞ്ചിയത്ത്, സ്വലാത്തു സആദ, ഇങ്ങനെ തുടങ്ങിയിട്ട് വ്യത്യസ്തങ്ങളായ സ്വലാത്ത് കേട്ടിട്ടുണ്ട്. എന്നാൽ ഇതിൻ്റെ ഒന്നും വലിപ്പമൊന്നും ഇല്ലാത്ത, വളരെ നിസാരമായ ഒരൊറ്റ വരി പോലും ഇല്ലാത്തൊരു സ്വലാത്ത്, എന്നാൽ കിട്ടുന്നതോ വമ്പൻ നേട്ടങ്ങളും. ഇൻഷാ അല്ലാഹ് എങ്ങനെയാണ് ഈ സ്വലാത്ത് ചൊല്ലേണ്ടത്, എപ്പോഴാണ് ചൊല്ലേണ്ടത്, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ സ്വലാത്തിനെ പറ്റി എന്താണ് പറഞ്ഞത്, നമുക്കൊന്ന് കേട്ടു നോക്കാം. ജീവിതത്തിൽ പതിവാക്കാൻ അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. വീഡിയോ മുഴുവനും കേൾക്കണേ, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ അഊദു ബികലിമാത്തില്ലാഹി തആമ്മാതി മിൻ കുല്ലി ശൈത്വാനിൻ വഹമ്മ വമിൻ കുല്ലി ഐനിൻ ലാമ. അല്ലാഹു നമ്മുടെ സൽക്കർമ്മങ്ങൾ സ്വീകരിക്കുമാറാകട്ടെ. വന്നുപോയ അപാകതകൾ, പാകപ്പിഴവുകളൊക്കെ അല്ലാഹു മാപ്പ് ചെയ്തു തരുമാറാകട്ടെ. എല്ലാവർക്കും റാഹത്തല്ലേ, സന്തോഷമല്ലേ? അല്ലാഹു നമ്മുടെയൊക്കെ ജീവിതത്തിൽ വലിയ ഖൈറും റാഹത്തും സന്തോഷവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ചെയ്താൽ ഉറപ്പായും കൂലി ലഭിക്കും എന്ന് നബിതങ്ങൾ പരിചയപ്പെടുത്തിയ ഒരൊറ്റ അമൽ, അത് സ്വലാത്ത് മാത്രം അല്ലേ? സ്വലാത്തിനെ സംബന്ധിച്ച് നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട്. സ്വലാത്ത് ചൊല്ലേണ്ട രൂപങ്ങളും ചൊല്ലേണ്ട രീതികളും വ്യത്യസ്തങ്ങളായ സ്വലാത്തുകളും മഹാന്മാർ പഠിപ്പിച്ചു തരുന്നുണ്ട്. എത്രയോ സ്വലാത്തുകൾ, കോടിക്കണക്കിന് വരുന്ന സ്വലാത്തുകൾ ഇങ്ങനെ മഹത്തുക്കൾ പഠിപ്പിച്ചതായി കാണാം. ഈ സ്വലാത്തുകളെല്ലാം കൂടി ഇപ്പോൾ ഒരാൾക്ക് ചൊല്ലാൻ കഴിയില്ലല്ലോ. എന്നാൽ ചില സ്വലാത്തുകൾ, ചില സ്പെഷ്യലായ സ്വലാത്തുകൾ നമ്മുടെ ജീവിതത്തിൽ പതിവാക്കുന്നവരാണ്. സ്വലാത്തു നാരിയത്ത് സ്വലാത്ത്, അല്ലാഹുമ്മ സ്വല്ലി സ്വലാത്തൻ കാമിലത്തൻ വസല്ലിം സലാമൻ താമ തുടങ്ങി നാരിയത്തു സ്വലാത്ത് നമ്മൾ ചൊല്ലുന്നവരാണ്. സ്വലാത്തുൽ മുഞ്ചിയത്ത് ചൊല്ലുന്നവരാണ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ അലി സയ്യിദിനാ മുഹമ്മദ് സ്വലാത്തൻ തുൻജീനാ ബിഹാ മിൻ ജമീഇൽ അഹ്വാലി വൽ ബലിയ തുടങ്ങിയിട്ടുള്ള സ്വലാത്തുൽ മുഞ്ചിയത്ത് ചൊല്ലുന്നവരാണ്. ഇങ്ങനെ സ്വലാത്തു സആദ, അതുപോലെ സ്വലാത്തുൽ താജ് സ്വലാത്ത് തുടങ്ങി വ്യത്യസ്തങ്ങളായ സ്വലാത്തുകൾ നമ്മുടെ ജീവിതത്തിൽ ചൊല്ലാറുണ്ട്. എന്നാൽ ഇക്കൂട്ടത്തിൽ ഏറ്റവും പവർ ഉള്ളത് ഏതാണ് എന്ന് ചോദിച്ചാൽ, ഒരു സ്വലാത്തിനുള്ള പവർ ആയിരിക്കില്ല അടുത്ത സ്വലാത്തിനുണ്ടാകാം, അതിനുള്ളതാകൂല മറ്റുള്ളതിനുണ്ടാകും. വ്യത്യസ്തങ്ങളായ വലിയ നേട്ടങ്ങൾ, ഫضലുകളാണ് ഈ സ്വലാത്തുകൾക്കൊക്കെ മഹത്തുക്കൾ പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. എന്നാൽ സ്വലാത്തുകളുടെ കൂട്ടത്തിൽ വളരെ കുഞ്ഞനായ, വളരെ ചെറിയൊരു സ്വലാത്ത് കിട്ടുന്നതോ വമ്പൻ നേട്ടങ്ങളും. ചെറിയ സാധനം ചെറുത്. നമ്മൾ മുമ്പൊരു തമാശ രൂപത്തിലായി പഴഞ്ചൊല്ലായിട്ട് പറയാറുണ്ട്, അമ്പലം ചെറുതാണെങ്കിലും വിഗ്രഹം വലുതാണ് എന്നുള്ളത്. സംഭവം വളരെ നിസ്സാരമായ, വളരെ ചെറിയ സ്വലാത്താണ്, പക്ഷേ കിട്ടുന്ന നേട്ടം വമ്പൻ നേട്ടമാണ്. അങ്ങനെയുള്ളൊരു സ്വലാത്ത് മഹാന്മാർ പഠിപ്പിച്ചിരുന്നു. അന്നഹു മൻ ഖാല, ആരെങ്കിലും ഒരാൾ പറഞ്ഞാൽ, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വ ആലി മുഹമ്മദ്, അത്രേ ഉള്ളൂ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വ ആലി മുഹമ്മദ്. ആരെങ്കിലും ഒരാൾ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വ ആലി മുഹമ്മദ് എന്ന സ്വലാത്ത് ചൊല്ലിയാൽ നബിതങ്ങളുടെ മേലും നബിതങ്ങളുടെ കുടുംബത്തിൻ്റെ മേലും, അതാണ് ആ സ്വലാത്തിൻ്റെ അർത്ഥം. അല്ലാഹുമ്മ, അല്ലാഹുവേ, സ്വല്ലി അലാ മുഹമ്മദിൻ, മുഹമ്മദ് നബിയുടെ മേൽ നീ സ്വലാത്ത് വർഷിപ്പിക്കണേ അല്ലാഹ്. വ ആലി മുഹമ്മദിൻ, നബിതങ്ങളുടെ കുടുംബത്തിൻ്റെ മേലും നബിതങ്ങളുടെ ആലിൻ്റെ മേലും എന്ത് ചെയ്യണേ, നീ സ്വലാത്ത് വർഷിപ്പിക്കണേ അല്ലാഹ് എന്നാരെങ്കിലും ചൊല്ലിയാൽ അഅതാഹുല്ലാഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വ്യക്തിക്ക് നൽകും സവാബ് 72 ഷഹീദ, 72 ശുഹദാക്കളുടെ പ്രതിഫലം ആ വ്യക്തിക്ക് അല്ലാഹു നൽകുന്നതാണ്. 72 ശുഹദാക്കൾ പ്രതിഫലം. അത്രയേ ഉള്ളൂ എന്ന് ചിന്തിക്കേണ്ട. ഒരു ഷഹീദിൻ്റെ പ്രതിഫലം എത്രയാണെന്ന് അറിയോ? ഒരു ഷഹീദിന് അള്ളാഹു കൊടുക്കുന്ന കൂലി, ഒരു ഷഹീദിൻ്റെ ശരീരത്തിൽ നിന്നും ഒരിറ്റ് രക്തം ഭൂമിയിലേക്ക് വീണാൽ, ശരീരത്തിൽ നിന്നും ഒരു തുള്ളി രക്തം ഭൂമിയിലേക്ക് വീണാൽ സർവ്വ പാപങ്ങളും അള്ളാഹു മാപ്പ് ചെയ്ത് കൊടുക്കും. പിന്നെ അയാൾക്ക് പാപങ്ങൾ ഉണ്ടാവില്ല. പിന്നെ ഈ വീഴുന്ന ഇറ്റിറ്റ്, ഇപ്പോൾ ശരീരം മുറിഞ്ഞാൽ ഒരു തുള്ളിയല്ലല്ലോ വീഴുക, ഇങ്ങനെ ഇറ്റിറ്റ് വീഴുകയില്ല. ഷഹീദാകുക എന്ന് പറഞ്ഞാൽ എന്താ? ശരീരം കീറി മുറിക്കപ്പെടുകയും വെട്ടുകൊള്ളുകയൊക്കെ ചെയ്ത് രണഭൂമിയിൽ, നമ്മുടെ യുദ്ധക്കളത്തിൽ മരണപ്പെടുക എന്നാണ് അർത്ഥം. അങ്ങനെ ഒരാൾ എന്ത് ചെയ്തു? ശരീരത്തിൽ നിന്നും രക്തം ഇങ്ങനെ ഭൂമിയിലേക്ക് ഇറ്റുറ്റ് വീഴും തോറും ഓരോ തുള്ളിക്കും ഓരോ ദറജ സ്വർഗത്തിൽ അള്ളാഹു വർദ്ധിപ്പിച്ചു കൊടുക്കും. ഇങ്ങനെ ദറജ, സ്ഥാനം ഇങ്ങനെ കൂടി ഒരു ഷഹീദിന് കിട്ടുന്ന കൂലിയ. എന്നാൽ ഇതുപോലെ 72 ശുഹദാക്കളുടെ കൂലി അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചൊല്ലാനും ജീവിതത്തിൽ പതിവാക്കാനുള്ള ഭാഗ്യം നൽകട്ടെ. ചെറിയ സ്വലാത്താണ് കേട്ടോ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വ ആലി മുഹമ്മദ്. അതുപോലെ തന്നെ അതിൻ്റെ കൂട്ടത്തിൽ വ ഖറജ മിനദ് ദുനൂബി കമാ വലദത്ഹു ഉമ്മുഹു,
ആ വ്യക്തി ഇത് ചൊല്ലുന്ന ആൾ അയാളുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ മുഴുവൻ പാപങ്ങളിൽ നിന്നും പുറത്തു കടക്കും. ഏതുപോലെ? പ്രസവ ദിവസം ഒരു ഉമ്മ ഒരു കുഞ്ഞിനെ പ്രസവിച്ച ദിവസം ആ കുട്ടി എത്ര പരിശുദ്ധരായിരിക്കുമോ അത്രത്തോളം പരിശുദ്ധി അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യും? ഈ ഒരു സ്വലാത്ത് പതിവാക്കുന്ന ആളുകൾക്ക് നൽകുമെന്ന് മഹാന്മാർ പഠിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ പാപങ്ങൾ മുഴുവൻ പൊറുക്കപ്പെടാനും 72 ഷഹീദീങ്ങളുടെ ശുഹദാക്കളുടെ പ്രതിഫലം ലഭിക്കാനും നിസാരമായ ഒരൊറ്റ വരിയുള്ളൊരു സ്വലാത്ത്. ഇനി ഇതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യം, ഒരു മുറാദ്, നമ്മുടെ ഹാജത്ത് പൂർത്തിയായി കിട്ടണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അതിനും ഈ സ്വലാത്ത് പറ്റും. ഞാൻ പറഞ്ഞു തരാം ഇൻഷാ അല്ലാഹ്. മഹാന്മാർ പഠിപ്പിച്ചു തരികയാണ്. ആരെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കിലേക്ക് അന്ന റജുലൻ അത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളുടെ അരികിലേക്ക് ഒരു മനുഷ്യൻ വന്നു. എന്നിട്ടോ ഫഖാല, അദ്ദേഹം ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലേ അള്ളാഹുവിൻ്റെ റസൂലെ, ഇന്നി ജഅൽതു സുലുസ സലാത്തി ലക്, തങ്ങൾക്കുള്ള സ്വലാത്ത്, എൻ്റെ നിസ്കാരത്തിൻ്റെ അല്ലെങ്കിൽ എൻ്റെ ദുആഇൻ്റെ 1/3 ഭാഗം ഞാൻ ആക്കാൻ ഉദ്ദേശിക്കുന്നു നബിയെ. ഫഖാല, ആ മനുഷ്യനോട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഹബീബായ നബി തങ്ങൾ പറയാണ്, എന്ത്? ഖൈറൻ, നിനക്കത് ഖൈറാണ്, എന്നാൽ നീ അതിനേക്കാൾ അധികരിപ്പിക്കുകയാണെങ്കിൽ അതാണ് നിനക്ക് ഏറ്റവും നല്ലത് എന്ന്. നീ ചെയ്യുന്നതൊക്കെ നിൻ്റെ ദുആഇൻ്റെ 2/3 ഭാഗം അല്ലെങ്കിൽ 1/3 ഭാഗം എന്താക്കുകയാണ്? സ്വലാത്താക്കുകയാണ്, എൻ്റെ മേലുള്ള സ്വലാത്താക്കുകയാണ്. എന്നാൽ അതാണ് ഏറ്റവും നല്ലത്. ഇനി അതിനേക്കാൾ കൂടുതലാക്കിയാൽ അതിനൊക്കെ ഖൈറാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നത്, ജഅൽതു നിസ്ഫ, എന്തൊക്കെ പകുതി ഞാൻ ആക്കാം. അന്ന് നബിയെ, എൻ്റെ ദുആഇൻ്റെ പകുതി ഞാൻ സ്വലാത്താക്കാൻ പോവുകയാണ്. അപ്പോഴും നബി തങ്ങൾ പറഞ്ഞത് ഖൈറാണ്, എന്നാൽ അതിനേക്കാൾ അധികരിപ്പിക്കലാണ് നിനക്ക് ഏറ്റവും ഖൈറ്. ഇങ്ങനെ കൂട്ടി പറഞ്ഞു. അവസാനം പറയുന്നത്, നബിയെ, എൻ്റെ സ്വലാത്ത്, എൻ്റെ ദുആ കുല്ലും ഞാൻ, അതായത് മുഴുവനും ഞാൻ എന്താക്കുകയാണ്? തങ്ങളുടെ മേലുള്ള സ്വലാത്താക്കുകയാണ് നബിയെ. അപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, നിനക്ക് ഇപ്പോഴാണ് ഖൈറായത്, ഏറ്റവും ഉത്തമമായത് ഇപ്പോഴാണ്. അത് സ്വലാത്തിന് നബി തങ്ങൾ പ്രാധാന്യം കൊടുത്തിട്ട് നബി തങ്ങൾ പറയാണ്, മോനെ, നിനക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നീ ഉദ്ദേശിച്ച സംഗതികൾ മുഴുവൻ, ദുനിയാവിൻ്റെതാകട്ടെ ആഖിറത്തിനാകട്ടെ, നിൻ്റെ മുഴുവൻ കാര്യങ്ങളും നിനക്ക് ഉദ്ദേശിച്ചതുപോലെ നടന്നു കിട്ടണം, നിനക്ക് മതിയായി കിട്ടണം എന്ന് നീ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ, നിനക്കത് ഇഷ്ടപ്പെടുന്നുണ്ട് എങ്കിൽ നീ എന്താണ് ചെയ്യേണ്ടത് എന്ന് ഞാൻ പറഞ്ഞു തരട്ടെയോ? ഈ മനുഷ്യൻ പറഞ്ഞു, നബിയെ പറഞ്ഞു തന്നാലും ഞാൻ എന്താണ് ചെയ്യേണ്ടത്? എൻ്റെ എല്ലാ കാര്യങ്ങളും നടന്നു കിട്ടണം, എൻ്റെ ഖൽബിൽ ഉദ്ദേശിച്ച, മനസ്സിൽ ഉദ്ദേശിച്ച മുറാദുകളൊക്കെ എനിക്ക് ഹാസിലായി കിട്ടണം, അതിന് ഞാൻ എന്താണ് ചെയ്യേണ്ടത്? നബി തങ്ങൾ മറുപടി പറഞ്ഞു കൊടുത്തത്, ലാ യസ്അലുല്ലാഹു ഷൈഅൻ ഇല്ലാ ബദഅ ബിസ്സലാത്തി അലാ മുഹമ്മദിൻ വ ആലി മുഹമ്മദ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലും അതുപോലെ നബി തങ്ങളുടെ കുടുംബത്തിൻ്റെ മേലും ഞാൻ ഇപ്പോൾ പറഞ്ഞ സ്വലാത്ത്, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വ ആലി മുഹമ്മദ്, ഈ സ്വലാത്ത് കൊണ്ട് തുടങ്ങുന്ന ചോദിക്കുന്ന ഒരു ചോദ്യം, ഒരു ആവശ്യം അല്ലാഹു തട്ടിക്കളവിലായിരുന്നു. ഏത് ഹാജത്തും ഈ ഒരു സ്വലാത്ത് ചൊല്ലിയിട്ടാണ് ചോദിക്കുന്നത് എങ്കിൽ ആ ആവശ്യം അള്ളാഹു പൂർത്തീകരിച്ച് നൽകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മനുഷ്യന് മറുപടി കൊടുക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കാര്യങ്ങൾക്ക് റഹത്താക്കി തരട്ടെ. അപ്പോൾ ആവശ്യങ്ങൾ, മുറാദുകൾ പൂർത്തിയാകാൻ ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിൽ ഈ സ്വലാത്ത് മുറുകെ പിടിച്ചോളി. ചൊല്ലാൻ എളുപ്പമാണ്, പഠിക്കാൻ എളുപ്പമാണ്, നമുക്ക് പതിവാക്കാൻ എളുപ്പമുള്ള ഒരു കുഞ്ഞൻ സ്വലാത്ത്. ഒന്നുകൂടെ പറഞ്ഞുതരാം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വ ആലി മുഹമ്മദ്. അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഇനിയും ഇതുപോലെയുള്ള അറിവിൻ്റെ വീഡിയോകളുമായി നമുക്ക് കണ്ടുമുട്ടാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്തു വെക്കാം ഇൻഷാ അല്ലാഹ്. കാരണം ഇതുപോലെയുള്ള അമലുകൾ, നമ്മൾ ജീവിതത്തിൽ പതിവാക്കാൻ പറ്റിയ അമലുകളുടെയൊക്കെ വീഡിയോ ഇനിയും ഇൻഷാ അല്ലാഹ് നമ്മുടെ ചാനലുകളിൽ അപ്ലോഡ് ചെയ്യും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അപ്പോൾ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ, ദുആ വസിയത്തുകളൊക്കെ കമൻറ്റുകളായി രേഖപ്പെടുത്താൻ ശ്രമിക്കുക. അള്ളാഹു സ്വീകരിക്കട്ടെ. വ ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.